പ്രവാസികളുടെ പ്രശ്നങ്ങളിൽ ഒന്നുപോലും ഇന്നും പരിഹരിക്കപ്പെടാതെ കിടക്കുന്നത് ദൗർഭാഗ്യകരമാണെന്ന് ടി ആരിഫ് അലി പറഞ്ഞു. പ്രവാസികളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പരിഹാരം കാണുന്നതിന് കേന്ദ്രത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന പ്രവാസികാര്യ വകുപ്പും മന്ത്രിയും തുടർന്നും ഉണ്ടാവണം. ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിമാന ടിക്കറ്റ് നിരക്ക് വർധന, യാത്രാ മുടങ്ങൽ തുടങ്ങിയ പ്രതിഭാസങ്ങൾക്ക് തടയിടുകയും നീതിയിൽ അധിഷ്ഠിതമായ ബദൽ രീതികൾ നടപ്പിലാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ഫാസിസ്റ്റ് ശക്തികൾ ഇന്ത്യയിൽ അധികാരത്തിൽ വന്നതിനെ ഗൗരവപൂർണ്ണമായിട്ടാണ് ഏവരും വീക്ഷിക്കുന്നത്. എന്നാൽ കേവലം 38% മാത്രം വോട്ടുകൾ ലഭിച്ചതിലൂടെ കിട്ടിയ ഈ അധികാരം തീവ്ര ഹിന്ദുത്വ നിലപാടുകൾക്കുള്ള അംഗീകാരമാണെന്ന് പറയാൻ കഴിയില്ല. ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങൾക്ക് വിരുദ്ധമായ നിലപാടുകൾ എടുക്കുവാൻ ഇപ്പോൾ അവർക്ക് സാധ്യമല്ലെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ചരിത്രത്തിൽ മാറ്റം വരുത്താനുള്ള ശ്രമങ്ങൾ തകൃതിയായി നടക്കുന്നത് മതേതര സമൂഹം കരുതിയിരിക്കണമെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ജനാധിപത്യത്തിന് ഏറ്റവും കരുത്തുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ ഈ മതനിരപേക്ഷതയും ഈ ജനാധിപത്യവും ഇന്ത്യയുടെ ഒരു അടിത്തറയായി നിലനിൽക്കുന്നിടത്തോളം കാലം ഏതെങ്കിലും ഒരു ഭരണകൂടത്തിന് ഒരു ഫാസിസ്റ്റ് ഭരണം ഇന്ത്യയിൽ നടത്താൻ കഴിയും എന്ന് നമ്മൾ ആരും വിചാരിക്കുന്നില്ല. മദ്യനിരോധനവുമായി ബന്ധപ്പെട്ട് ഐക്യമുന്നണി സർക്കാർ എടുത്ത നിലപാട് സ്വാഗതാർഹമാണ്. വൈവാഹിക ആഭാസത്തിനെതിരെ കൂട്ടായ ബോധവൽക്കരണം അനിവാര്യമാണെന്നും ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിന്റെ ഇപ്പോഴുള്ള പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണെന്നും ആരിഫ് അലി വ്യക്തമാക്കി. KIG അഗ്ര സൗദി പ്രസിഡന്റ് CK മുഹമ്മദ് നജീബ്, ജിദ്ദ ഭാരവാഹികളായ അബ്ദുൽ ഷുക്കൂർ അലി, സഫറുല്ല മുല്ലോളി തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. സാദിഖ് അലി തുവൂർ, മീഡിയ 1.